ഖാനീമിൻ്റെയും അടിമപ്പെണ്ണിൻ്റെയും കഥ. ഷെഹ്റസാദ് കഥ തുടർന്നു. പുരാതന കാലത്ത് ഡമാസ്കസിൽ ഒരു കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഖാനീം എന്നു പേരായ ഒരു മകനും ഫിറ്റ്ന എന്നു പേരായ ഒരു മകളും ഉണ്ടായിരുന്നു. സൗന്ദര്യത്തിലും സൗകുമാര്യത്തിലും അവരെ വെല്ലാൻ ആരും ആ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ പിതാവ് മരണപ്പെട്ടു. അയാൾക്ക് കണക്കറ്റ സ്വത്തുണ്ടായിരുന്നു. അച്ഛൻ ആഗ്രഹിച്ച പ്രകാരം മകൻ ചരക്കുകളുമായി കച്ചവടത്തിന് ബാഗ്ദാദിലേക്ക് പുറപ്പെട്ടു. അക്കാലത്ത് ഹാറൂൺ അൽ റഷീദായിരുന്നു ഖലീഫ. ബാഗ്ദാദിലെത്തിയ ഖാനീമിന് നല്ല സ്വീകരണമാണ് ലഭിച്ചത്. ഖാനീം ഒരു നല്ല വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചു. കുറേ ചരക്കുകൾ വിറ്റുതീർത്തു. ഒരു കൊല്ലം കഴിഞ്ഞ് അയാൾ മടങ്ങി. പിന്നത്തെ കൊല്ലം വീണ്ടും വിദേശ വ്യാപാരത്തിന് പുറപ്പെട്ടു. ചന്തയുടെ കവാടം അടച്ചിട്ടിരിക്കുന്നതാണ് കണ്ടത്. അന്വേഷിച്ചപ്പോൾ ഒരു കച്ചവടക്കാരൻ മരിച്ചെന്നും ശവസംസ്കാരത്തിൽ പങ്കുകൊള്ളാൻ എല്ലാവരും പോയിരിക്കുകയാണെന്നും അറിഞ്ഞു. അയാളും അതിൽ പങ്കുകൊള്ളാൻ തീരുമാനിച്ചു. ഖാനീം അവരുടെ കൂടെ ചേർന്നു. പട്ടണത്തിന് പുറത്ത് ശവകുടീരത്തിൽ ശവസംസ്കാരം കഴിഞ്ഞ് മറ്റു കച്ചവടക്കാർ ഖുർആൻ വായിക്കുകയായിരുന്നു. രാത്രിയായിട്ടും അവർ അവിടെ തന്നെ ഖുർആൻ വായിച്ച് കഴിച്ചുകൂട്ടി. രാത്രിയായപ്പോൾ ഖാനീമിന് പേടിയായി. തൻ്റെ ചരക്കുകളെല്ലാം കള്ളന്മാർ തട്ടിക്കൊണ്ടുപോയാലോ? അയാൾ ആ സംഘത്തിൽ നിന്നും പിന്മാറി ഒറ്റയ്ക്ക് പട്ടണത്തിലേക്ക് തന്നെ പുറപ്പെട്ടു. അർദ്ധരാത്രിയായിരുന്നു. നഗരവാതിൽ അടച്ചിരുന്നു. പട്ടികളുടെ കുരയും ചെന്നായ്ക്കളുടെ ഓരിയിടലും അന്തരീക്ഷത്തെ ഭയാനകമാക്കി. ഇപ്പോൾ ഖാനീമിന് സ്വത്തിനേക്കാളുപരി തൻ്റെ ജീവനെക്കുറിച്ചായി ഭയം. രാത്രി കഴിച്ചുകൂട്ടാൻ ഒരു സുരക്ഷിത സങ്കേതം വേണം. 4 ചുമരുകൾ കൊണ്ട് ചുറ്റപ്പെട്ടിരുന്ന ഒരു സ്വകാര്യ ശ്മശാനം കണ്ട് അയാൾ ഉള്ളിൽ കയറി. അവിടെ ശവകുടീരത്തിൽ ചാരി ഭയം കൊണ്ട് ഉറങ്ങാതിരുന്ന അയാൾ ദൂരെ ഒരു വെളിച്ചം കണ്ടു. ആ വെളിച്ചം ശ്മശാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ കണ്ടത് 3 കറുത്ത അടിമകളെയാണ്. 2 പേർ കൂടി ഒരു പെട്ടി താങ്ങി പിടിച്ചിരിക്കുന്നു. ഒരുവൻ ഒരു വിളക്കും. അവർ ശ്മശാനത്തിലേക്ക് വരുന്നത് കണ്ട് ഖാനീം പെട്ടെന്ന് വാതിൽ ബന്ധിച്ചു. സാക്ഷയിട്ട് ഒരു പനമരത്തിൽ കയറി ഒളിച്ചു. വാതിലടച്ചതാര്? തുറന്നിട്ടാണല്ലോ നമ്മൾ പോയത്. ഒരുപക്ഷേ കുമ്മായപ്പണിക്കാരാകും. നമ്മളെപ്പോലുള്ളവർ കൊന്നു തിന്നുമെന്ന് പേടിച്ച് അകത്തുനിന്ന് അടച്ചതാവും. അവർ മതിൽ ചാടിക്കടന്ന് വാതിൽ തുറന്നു. പെട്ടി ചുമന്നു വന്നവർ ക്ഷീണിച്ച് തളർന്നിരുന്നു. നമുക്കല്പം വിശ്രമിച്ചിട്ടാകാം ശവകുടീരം തുറക്കാൻ. ഇപ്പോൾ ശേഷി തീരെയില്ല. നമ്മുടെ സമ്പാദ്യപ്പെട്ടി കവർന്നു പോകാതെ സൂക്ഷിക്കണം. വല്ല കള്ളന്മാരും ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ തന്നെ നമ്മെ കണ്ട് പേടിച്ച് മരത്തിന്മേൽ കയറി ഒളിച്ചിട്ടുണ്ടാവും, മറ്റൊരുവൻ പറഞ്ഞു. ഖാനീം അത് കേട്ട് ഭയപ്പെട്ടു. സർവേശ്വര, ഈ കുടുക്കിൽ നിന്ന് എന്നെ രക്ഷിക്കണേ, അയാൾ പ്രാർത്ഥിച്ചു. അപ്പോൾ പെട്ടി ചുമന്നിരുന്ന ഒരുവൻ പറഞ്ഞു, വിശ്രമവേളയിൽ നാം ഓരോരുത്തരും അനുഭവ കഥ പറയണം. തുടങ്ങുക. പെട്ടി താങ്ങിയിരുന്ന മറ്റേയാൾ തൻ്റെ കഥ പറയാൻ തുടങ്ങി. കഫൂറിൻ്റെ കഥ. 8ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ തൊഴിൽ തുടങ്ങിയത്. എല്ലാ തവണയും വലിയ നുണകൾ പറഞ്ഞ് ഞാൻ യജമാനനെ പറ്റിക്കാറുണ്ട്. അങ്ങനെ എന്നെ വാങ്ങാൻ പലർക്കും വിസമ്മതമായി. യജമാനൻ എന്നെ വിൽക്കാൻ ഒരു ദല്ലാളിനെ ഏൽപ്പിച്ചു. ഒരു കച്ചവടക്കാരൻ എൻ്റെ സ്വഭാവം കൊണ്ട് തന്നെ എന്നെ സ്വായത്തമാക്കി. ഞാൻ ആ വ്യാപാരിയുടെ കൂടെ 1 കൊല്ലം കഴിച്ചുകൂട്ടി. പുതുവർഷം ആഗതമായി. ആ വർഷം അനുഗ്രഹീതമായിരുന്നു. കച്ചവടക്കാർക്കെല്ലാം ഭാഗ്യം തെളിഞ്ഞു. ഓരോ കച്ചവടക്കാരനും ആഘോഷമായി ഓരോ ദിവസം കൊണ്ടാടി. എൻ്റെ യജമാനൻ്റെ ഊഴവും വന്നു. അദ്ദേഹം കൂട്ടുകാരെയെല്ലാം ക്ഷണിച്ചു. ഭക്ഷണവും പാനീയങ്ങളും
പാട്ടും കൂത്തുമായി സമയം നീങ്ങി. ഉച്ചയായപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നിയുടെ അടുക്കൽ നിന്നും ഒരു വിഭവം മേടിച്ചു കൊണ്ടുവരാനായി എന്നെ അയച്ചു. യജമാന പത്നിയുടെ മന്ദിരത്തിലെത്തിയ ഞാൻ ഉറക്കെ തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. യജമാനൻ്റെ പത്നിയും പുത്രിമാരും മറ്റുള്ളവരുമെല്ലാം എൻ്റെ ചുറ്റും കൂടി. ഞാൻ അവരോട് പറഞ്ഞു, യജമാനനും കൂട്ടരും ഇരുന്നിരുന്നതിൻ്റെ അടുത്തുള്ള ചുമരിടിഞ്ഞ് അവരുടെ മേൽ വീണു. ഞാൻ അത് കണ്ടയുടൻ കുതിരപ്പുറത്ത് കയറി ഇങ്ങോട്ട് പോന്നതാണ്. ഭർത്താവ് മരിച്ചെന്ന് കരുതി അദ്ദേഹത്തിൻ്റെ പത്നി വസ്ത്രങ്ങളെല്ലാം വലിച്ചു കീറി തലയ്ക്കടിച്ച് വിലപിച്ചുകൊണ്ട് അവിടെയുള്ള സകല സാധനങ്ങളും വലിച്ചു താഴെയിട്ട് നശിപ്പിച്ചു. ഞാനും അവരുടെ ഒപ്പം വിലപിച്ചു. അവസാനം അവർ എൻ്റെ കൂടെ പുറപ്പെട്ടു, യജമാനൻ്റെ ശവം എടുത്തുകൊണ്ട് വരാൻ. വീട്ടിലെ എല്ലാ കാവൽക്കാരും ജോലിക്കാരും ബന്ധുക്കളും വാവിട്ട് കരഞ്ഞുകൊണ്ട് ഞങ്ങളെ പിന്തുടർന്നു. ഞാൻ കുതിരപ്പുറത്ത് കയറി ഉടനെ മുൻകൂട്ടി യജമാനൻ്റെ മുൻപിലെത്തി. അവിടെയും അലമുറയിട്ട് കരഞ്ഞുകൊണ്ടാണ് ചെന്നത്. വീട്ടിലെ ചുമര് വീണ് പത്നിയും കുട്ടികളുമെല്ലാം മരിച്ചു കിടക്കുന്നു എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. അദ്ദേഹവും കൂട്ടുകാരും പരിഭ്രാന്തരായി പുറപ്പെട്ടു. ഇരു സംഘവും വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. അപ്പോഴാണ് അവർക്ക് ഞാൻ കബളിപ്പിച്ചതാണെന്ന് ബോധ്യമായത്. വീട്ടിലെത്തി സാധനങ്ങളെല്ലാം നാശമായി കിടക്കുന്നത് കണ്ടപ്പോൾ യജമാനൻ ഒന്നുകൂടി ക്രുദ്ധനായി. എന്നെ ചോദ്യം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ സ്വഭാവം അറിയാമായിരുന്നല്ലോ. പകുതി നുണയേ ഇപ്പോഴായുള്ളൂ. 1 വർഷത്തിന് മുമ്പ് തന്നെ നുണ പൂർത്തീകരിക്കാനുണ്ട്. പകുതി നുണ കൊണ്ട് വീട് നശിക്കാറായി. ഇനി ബാക്കി കൂടി ആയാൽ രാജ്യം തന്നെ നശിച്ചേക്കുമല്ലോ എന്നായി നാട്ടുകാർ. കേസ് ന്യായാധിപന്റെ അടുത്തെത്തി. ന്യായാധിപൻ എന്നെ തന്നെ ചതിച്ചു. പിന്നെയും പലർക്കും ഞാൻ വിൽക്കപ്പെട്ടു. അങ്ങനെ അവസാനം ഞാൻ ഇവിടെ എത്തി. എൻ്റെ എല്ലാ ഉത്സാഹവും അസ്തമിച്ചിരുന്നു. ചത്തതിനൊത്ത ജീവിതമാണ് എൻ്റേത്. മറ്റു 2 പേരും കഥ കേട്ട് ചിരിച്ചു. നീ ഒരു സമർത്ഥൻ തന്നെ, അവർ സമ്മതിച്ചു. മൂന്നാമത്തവൻ അവൻ്റെ കഥ തുടങ്ങി. അളിയന്മാരെ, നിങ്ങളുടെ കഥയെല്ലാം വിഡ്ഢിത്തങ്ങളാണ്. ഞാൻ എൻ്റെ കഥ പറയാം, നീണ്ട കഥ. പക്ഷേ രാവിലെ ആളുകൾ വരുന്നതിന് മുമ്പ് നാം നമ്മുടെ ജോലി തീർക്കണം. അല്ലെങ്കിൽ അവർ നമ്മളെ പെട്ടിയോടെ പിടിക്കും. അവർ വിളക്ക് കെടുത്തി. 4 ശവകുടീരങ്ങൾക്കിടയിലായി ഒരു വലിയ കുഴി കുഴിച്ചു. അവസാനം പെട്ടി കുഴിയിലാക്കി മണ്ണിട്ട് മൂടി അവർ അപ്രത്യക്ഷരായി. ഖാനിയും തനിച്ചായി. പെട്ടിയിൽ എന്താണെന്നറിയാൻ തിടുക്കമായി. പ്രഭാതം വരെ അവൻ കാത്തിരുന്നു. പുലർന്നപ്പോൾ അവൻ മണ്ണെല്ലാം മാറ്റി പെട്ടിയുടെ പൂട്ട് പൊളിച്ചു. മൂടി തുറന്നു നോക്കിയപ്പോൾ അവൻ കണ്ടത് ഉറങ്ങുന്ന ഒരു സുന്ദരിയെയാണ്. അവൾ അപ്പോഴും ശ്വാസം വലിക്കുന്നുണ്ടായിരുന്നു. അതിസുന്ദരിയായ അവളുടെ കഴുത്തിൽ നിറയെ സ്വർണം കൊണ്ടും വൈരം കൊണ്ടുമുള്ള പണ്ടങ്ങൾ ഉണ്ടായിരുന്നു. ഒരു രാജ്യം വിലയ്ക്ക് വാങ്ങാനുള്ള അത്ര പണ്ടങ്ങൾ. അയ്യൂബിൻ്റെ പുത്രൻ ഖാനിം അവളെ വലിച്ചു പുറത്തിട്ടു. വായു ശ്വസിച്ചപ്പോൾ അവൾ തുമ്മി, ചുമച്ചു. വായിൽ നിന്ന് മയക്കുമരുന്ന് പുറത്തു ചാടി. അവൾ കണ്ണു തുറന്നു. തൻ്റെ വേലക്കാരുടെ പേര് ചൊല്ലി വിളിച്ചു. ആരും കേട്ടില്ല. ചുറ്റും നോക്കിയപ്പോഴാണ് താൻ ശവകുടീരത്തിലാണെന്നറിഞ്ഞത്. അവൾ പരിഭ്രാന്തയായി. ഇതുവരെ മിണ്ടാതിരുന്ന ഖാനിം അവളോട് നടന്ന കഥകളെല്ലാം പറഞ്ഞു. അവൾക്ക് വലിയ സന്തോഷമായി. താൻ ജീവൻ രക്ഷിച്ച ഖാനിമിനോട് അവൾ പറഞ്ഞു, ഒരു കുതിരക്കാരനെ വിളിച്ചുകൊണ്ട് വന്ന് എന്നെ ഈ പെട്ടിയിലാക്കി നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ. ഖാനിമിനും അത് സമ്മതമായി. അങ്ങനെ അവൾ ഖാനിമിൻ്റെ ഗൃഹത്തിലെത്തി. ഖാനിമിൻ്റെ വാടക വീടും സാമഗ്രികളും കണ്ടപ്പോൾ അയാൾ ഒരു പണക്കാരനായ കച്ചവടക്കാരനാണെന്ന് മനസ്സിലായി. അവൾക്ക് സുന്ദരനായ ഖാനിമിനോട് പ്രേമം തോന്നി. അവൻ അങ്ങാടിയിൽ പോയി പൊരിച്ച ആട്ടിറച്ചിയും പഴങ്ങളും മെഴുകുതിരികളും സുഗന്ധദ്രവ്യങ്ങളും വാങ്ങി തിരിച്ചു വന്നു. സുഖമായി ഭക്ഷണം കഴിച്ചു. 2 പേർക്കും പരസ്പരം തീവ്രമായ അഭിലാഷമുണ്ടായിരുന്നു.
അവർ പ്രേമകേളികളിൽ മുഴുകി രാത്രി കഴിച്ചുകൂട്ടി. ഈ കഥയുടെ അടുത്ത ഭാഗം നമുക്ക് നാളെ കേൾക്കാം.